Hi all, welcome to Ustada for UGC Net. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ UGC നെറ്റിന്റെ തന്നെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പോർഷൻ ആണ്. അതിൽ നമുക്ക് ഫസ്റ്റത്തെ യൂണിറ്റിൽ അറിയാം അവിടെ ഒരു ജാഹിലി മുതൽ അബ്ബാസിദ് വരെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അസ്ലുൽ ലുഗത്തുൽ അറബിയ എന്ന് പറയുന്ന ഒരു പോർഷൻ കൊണ്ടാണ്. അഥവാ അറബി ഭാഷയുടെ അടിസ്ഥാനത്തെ പറ്റിയാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത്. പൊതുവെ ബാക്കിയുള്ള ഭാഗങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇത്തിരി ബോറടിപ്പിക്കുന്ന ഒരു മേഖലയാണ് അസ്ലുൽ ലുഗത്തുൽ അറബിയ അഥവാ അറബി ഭാഷയുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഭാഷയും നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ചരിത്രത്തെ പറ്റി അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ പുരോഗതി എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണല്ലോ. അപ്പോ ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. ഈ ഭാഗത്ത് നിന്നും ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിക്കാറുമുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അസ്ലുൽ ലുഗത്തുൽ അറബിയ അഥവാ അറബി ഭാഷയുടെ അടിസ്ഥാനം. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് പൊതുവെ നമുക്ക് നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, പ്രധാനമായും ഉമ്മുഹാത്തുൽ കുത്തുബുകളിൽ നിന്ന് അഥവാ സയ്യാത്തിന്റെയും ഹന്ന അൽ ഫാഹൂരിയുടെയും ഒക്കെ പുസ്തകങ്ങളിൽ നിന്നാണ് അവർ റെഫറൻസ് എടുത്തിട്ടുള്ളത്. അഥവാ ചോദ്യങ്ങളുടെ കണ്ടന്റ് വരുന്നത് ഈ പുസ്തകത്തിൽ നിന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ടെക്നിക്സ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ടെക്നിക്സ് ഒക്കെ ഇടയ്ക്ക് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ ഓർക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം പറയുന്നത് അല്ലുഗ ഭാഷ. ഭാഷ എന്നതിന് ഇബ്നു ജന്നി എന്ന് പറയുന്ന ഒരു ഭാഷാ ശാസ്ത്രജ്ഞൻ കൊടുത്തിട്ടുള്ള ഒരു നിർവചനമാണ്. ഇതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ്. മിക്കവാറും നെറ്റിന്റെ പരീക്ഷകൾക്കല്ല, ചെറിയ സിമ്പിൾ ആയിട്ടുള്ള എക്സാമുകൾക്കും ഒക്കെ ചോദിക്കാറുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇബ്നു ജന്നിയുടെ. എന്താണ് ഇബ്നു ജന്നി പറയുന്നത്? ഹിയ അസ്വാത്തുൻ, ഭാഷ എന്ന് പറയുന്നത് ചില ശബ്ദങ്ങളാണ്, വറുമൂസുൻ, ചില അടയാളങ്ങളും, യുഅബ്ബിറു ബിഹാ കുല്ല ഖൗമിൻ അൻ അഅറാലിഹിം, എല്ലാ സമൂഹവും ആവിഷ്കരിക്കുന്നു അതിലൂടെ എന്ത്? അൻ അഅറാലിഹിം, അവരുടെ ലക്ഷ്യങ്ങളെ, അവരുടെ ആശയങ്ങളെയും ലക്ഷ്യങ്ങളെയും ഒക്കെ ആവിഷ്കരിക്കുവാൻ എല്ലാ സമൂഹങ്ങളും ഉപയോഗിക്കുന്ന ചില അടയാളങ്ങളും ശബ്ദങ്ങളുമൊക്കെയാണ് ഭാഷ എന്നാണ് ഇബ്നു ജന്നി അഭിപ്രായപ്പെടുന്നത്. ഇബ്നു ജന്നിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇനി അറബി ഭാഷയെ പറ്റി പറയുകയാണെങ്കിൽ ലുഗത്തുൽ അറബി, അറബി ഭാഷ എന്നുള്ളത് മിനൽ ഉമമി സാമിയ, ഒരു സെമിറ്റിക് സമൂഹത്തിൽ നിന്ന് ഉണ്ടായി വരുന്നതാണ്. അല്ലത്തി സമ്മാഹു സാമിയ. സാമിയ എന്നിനി ആദ്യമായി പറയുന്നത് ആരാണ്? ശരിക്കും സെമിറ്റിക് ലാംഗ്വേജസ് എന്ന് നമ്മൾ പണ്ട് മുതലേ അറബി പഠിക്കുമ്പോൾ നമുക്കറിയാം അറബി ഭാഷ സെമിറ്റിക് ലാംഗ്വേജിൽ പെട്ടതാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ശരിക്കും ഇത് സെമിറ്റിക് എന്നത് ഒരു ലാംഗ്വേജ് ഫാമിലിക്ക് കൊടുത്ത പേരല്ല, മറിച്ച് അതൊരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ പേരായിരുന്നു. എന്നിട്ട് അതിൽ നിന്നാണ് അത് ലാംഗ്വേജിന്റെ ഒരു ലാംഗ്വേജ് ഫാമിലിക്ക് കൊടുക്കുന്ന പേരായിട്ട് മാറുന്നത്. ആരാണ് ആദ്യമായി സെമിറ്റിക് എന്നത് ആ ഒരു വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? നമ്മുടെ സയ്യാത്ത് പറയുന്നുണ്ട്. ആദ്യമായി അത് ഉപയോഗിക്കുന്നത് മുഅർരിഖുൻ അൽമാനി, ഒരു ജർമ്മൻ ചരിത്രകാരനാണ്, ഹിസ്റ്റോറിയൻ ആണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഫ്രെഡറിക് സ്ലോസർ. ഫി കിതാബിഹി അത്താരിഖുൽ ആം, അദ്ദേഹത്തിന്റെ താരിഖുൽ ആം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹമാണ്, ഫ്രെഡറിക് സ്ലോസർ ആണ് ആദ്യമായിട്ട് എന്തുപയോഗിക്കുന്നത്? സെമിറ്റിക് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഇനി ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ ഹന്ന ഫാഹൂരി എങ്ങനെയാ പറയുന്നത് എന്ന് നോക്കാം. ഹന്ന ഫാഹൂരി പറയുന്നത് അസാമിയ ഇസ്മുൻ ഇസ്തിലാഹി, സാമിയ അഥവാ സെമിറ്റിക് എന്ന് പറയുന്നത് ഒരു സാങ്കേതിക പദമാണ്. നഷഫിൽ കർണി സാമിനൽ അഷർ, 18ാം നൂറ്റാണ്ടിലാണ് അത് വളരുന്നത്. ഇസ്താമലഹുൽ മറത്തിൽ ഊല, ആദ്യമായിട്ട് അത് ഉപയോഗിക്കുന്നത് മുസ്തഷ്രിഖ് അല്ലാമ സ്ലോസർ ആണ്, ഒരു ഓറിയന്റലിസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആള് തന്നെയാണ് മുസ്തഷ്രിഖ് അല്ലാമ സ്ലോസർ. സ്ലോസർ ആണ് അത് ആദ്യമായി ഉപയോഗിക്കുന്നത് എന്നാണ് ഹന്ന ഫാഹൂരിയും പറയുന്നത്. രണ്ടാളുടെയും ഒരേ അഭിപ്രായം തന്നെ. ആ വാക്യങ്ങൾക്ക് ഒരിത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ.
അപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എന്താണ് ആദ്യമായിട്ട് സാമിയ എന്ന മുസ്തലഹ്, ആ ഒരു ഇസ്തിലാഹ് ആദ്യമായി പ്രയോഗിച്ചത് ആരാണ്? ഷ്ലോസർ ആണ് എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഇനി സെമിറ്റിക് എന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് ആരോട് ചേർത്തിട്ടാണ് പറയുന്നത്, അത് നമുക്ക് സുപരിചിതമാണ്. സുമിയത്ത സാമിയ നിസ്ബത്തുനില സാം ഇബ്നു നൂഹ്, നമ്മുടെ നൂഹ് നബിയുടെ മകനായ സാമിലേക്ക് ചേർത്തുകൊണ്ടാണ് സെമിറ്റിക്, അല്ലെങ്കിൽ ആ ഒരു സമൂഹങ്ങളുടെ ഭാഷകൾക്കൊക്കെ സെമിറ്റിക് എന്ന പേര് വരാൻ കാരണം ഇദ്ദേഹത്തോട് പേര് ചേർത്തുകൊണ്ടാണ്, സാം ഇബ്നു നൂഹിനോട് പേര് ചേർത്തിട്ടാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നും ആയിരിക്കില്ല, നമ്മൾ പൊതുവെ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. തത്തുലുക്കു കലിമത്തു സാമീൻ. ഇനി എന്താണ് സാമീൻ എന്നതുകൊണ്ട് ഉദ്ദേശം? ആരെ ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു അത് സാം ഇബ്നു നൂഹിലേക്കാണ്. അപ്പോൾ ഇവരുടെ സമൂഹം വരുന്നത് എവിടെയാണ്? അലാ മജ്മുഅത്തും മിന ശുഊബി ഫി ശർഖിൽ ഔസത്ത്, എവിടെയുള്ളവരാണ്? മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളാണ്. ദല്ലത്തൽ ഖറാബത്ത് ബൈന ലുഗാതിഹ, അവരുടെ ഭാഷകൾ എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകളായിരുന്നില്ല മിഡിൽ ഈസ്റ്റിൽ. മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് പ്രദേശങ്ങളുണ്ട് അല്ലെ. അപ്പോൾ അവിടെ തന്നെ എന്താണ് പല ഭാഷകളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. എന്നാലോ ദല്ലത്തൽ ഖറാബ, അവ തമ്മിൽ ഒരു അടുപ്പ് ഉണ്ടായിരുന്നു, അഥവാ സാമ്യം ഉണ്ടായിരുന്നു. അന്നഹ കാനത്ത് ഫിൽ അസ്ലി, അടിസ്ഥാനപരമായിട്ട് അത് എന്തായിരുന്നു? തതകല്ലമു ബിലഹ്ജാത്തിൻ മുതകാരിബ തതവ്വറത് ഇലാ ലുഗാത്തിൻ സുമ്മിയത് ജമിഅൻ ബിസ്മി സാമിയ. അടിസ്ഥാനപരമായി എല്ലാം എന്ത് ലാംഗ്വേജസ് തന്നെയായിരുന്നു? സെമിറ്റിക് തന്നെയായിരുന്നു. അഥവാ നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ കാര്യമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും നമ്മുടെ ലാംഗ്വേജ് എന്താണെന്ന് ചോദിച്ചാൽ മലയാളമാണ്. എന്നാൽ എല്ലാ മലയാളവും സെയിം അല്ല, പല ലഹജകളുണ്ട്. അതേ വിഷയം തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ഷർഖുൽ ഔസത്തിൽ അഥവാ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾ സംസാരിച്ചിരുന്ന, അല്ലെങ്കിൽ അവര് കൈകാര്യം ചെയ്തിരുന്ന ഭാഷയാണ് സെമിറ്റിക് ഭാഷ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരുടെയും ലാംഗ്വേജ് സെയിം ആയിരുന്നില്ല, മറിച്ച് അവരുടെ ലഹജകൾ മാറിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ എന്താണ്, എല്ലാം അറബി എന്ന പേരിലല്ല അതുകൊണ്ട് അറിയപ്പെട്ടത്, അറബിയോട് സാമ്യമുള്ള മറ്റു പല ഭാഷകളായിട്ട് അത് അറിയപ്പെട്ടു. ഇനി ഈ സെമിറ്റിക് ഭാഷയിലെ പ്രധാനപ്പെട്ട പ്രശസ്തമായ ഭാഷകൾ ഏതൊക്കെയായിരുന്നു? അറബിയ, സിറിയാനിയ, അബ്റാനിയ, ഫൈനീഖിയ, ആശൂരിയ, ബാബിലിയ, അംഹരിയ, ആറാമിയ. ഓരോ നാട്ടിലെയും ആളുകൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രദേശം അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തത്. അത് താഴെ പറയുന്നുണ്ട്. ബാബിലിയൂൻ എന്ന് പറയുന്നതും ആശൂരിയൂൻ എന്ന് പറയുന്നതും എവിടെയുള്ള ആളുകളായിരുന്നു? ഇറാഖിലുള്ള ആളുകളായിരുന്നു. ഇനി ഫൈനീഖിയൂൻ എന്ന് പറഞ്ഞതോ ഫി സവാഹിൽ സൂരിയ, സിറിയയിലെ ആളുകളായിരുന്നു. അബ്റാനിയൂൻ ഫി ഫിലസ്തീൻ, ഫിലസ്തീനിലെ ആളുകൾ അബ്റാനിയൂൻ എന്നാണ് അറിയപ്പെട്ടത്. അഹ്ബാഷ് അവിൽ അംഹാരിയ എന്നറിയപ്പെട്ടത് ഹബഷയിലെ ആളുകളായിരുന്നു. അൽ അറബ് ഫി ഷിബ്ഹിൽ ജസീറ, ഷിബ്ഹിൽ ജസീറയിലെ പെട്ട ആളുകളായിരുന്നു അറബ് എന്ന പേരിലും അറിയപ്പെട്ടത്. നമുക്കിവിടെ തന്നെ ഷൗക്കി ലൊയ്യിഫിന്റെ ഈ ഒരു വിഭജനം കൂടി വരുന്നുണ്ട് ഭാഷകളെ. അതപ്പോൾ ഞാനിവിടെ ഇങ്ങനെ എഴുതി തരുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാകുന്ന തരത്തിൽ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഷൗക്കി ലൊയ്യിഫ് വിഭജിച്ചത് എന്ന്. അവിടെ സാമിയ, നമ്മുടെ ലാംഗ്വേജ് അല്ലേ, ലാംഗ്വേജ് ഫാമിലിയുടെ പേര് സാമിയ. എന്നിട്ട് ഈ സാമിയയെ തന്നെ എന്താക്കുന്നുണ്ട് ഷൗക്കി ലൊയ്യിഫ്? രണ്ട് ഭാഗങ്ങളാക്കുന്നുണ്ട് സാമിയയെ. എന്തൊക്കെയാണത്? അസാമിയ അഷിമാലിയ, സാമിയ അഷിമാലിയ എന്നും സാമിയ ജുനൂബിയ എന്നും പറഞ്ഞ് രണ്ട് ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ, വെറുതെ നമ്മളിങ്ങനെ എഴുതി പോയത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ചാർട്ട് പോലെ ആക്കി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ എളുപ്പമാകും. ഇങ്ങനെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈ ഒരു പിക്ചർ മനസ്സിലോർത്താലും മതിയല്ലോ. അപ്പോൾ സാമിയ സെമിറ്റിക് ഭാഷയെ ഷിമാലും ജുനൂബും ആക്കുന്നു. എന്നിട്ട് ഈ ഷിമാലിയെ തന്നെ വീണ്ടും എന്താക്കുന്നു? ഷിമാലിയെ വീണ്ടും നമ്മൾ രണ്ടാക്കുന്നു. എന്താക്കുന്നു? ഷെർക്കും ഓർബും ആക്കുന്നു. ഷെർക്കും ഓർബുമാക്കുന്നു. ഷെർക്ക് ഓർബ്. ജുനൂബിയയിലേക്കാണെങ്കിലോ, ജുനൂബിയ പിന്നെ എന്താ നമുക്ക് പഠിക്കാനുള്ള ഭാഗം മാത്രമാണ്. അതെന്താണ്? അൽ അറബിയ. ജുനൂബിയയിൽ വരുന്നത് അൽ അറബിയയും ഹബ്ഷിയയും ആണ്. അറബിയയും
ഹബഷിയയും ജുനൂബിയയിൽ വരുന്നു. അത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവുകയാണ്, അറബിയയും ഹബഷിയയും. എന്നാൽ ഇപ്പുറത്ത് ഷിമാലുകാർ വീണ്ടും ഡിവൈഡ് ആവുന്നുണ്ട്. ഷിമാലുകാർക്ക് ഷെർക്കിയയുടെ അണ്ടറിൽ വരുന്നതാണ് ലുവത്തുൽ ആക്കിദിയ എന്ന് പറയും. ആക്കിദിയ ഷെർക്കിന്റെ അണ്ടറിൽ വരുന്നതാണ് ആക്കിദിയ. അതുപോലെ ഗർബിന്റെ അണ്ടറിൽ വരുന്നതാണ് ആജ്റൂത്തിയ, കനാനിയ. ആജ്റൂത്തിയ എന്നാണ് ആജ്റൂത്തിയ, ആജ്റൂത്തിയ, കനാനിയ. അതുപോലെ തന്നെ ആറാമിയ, അത് എന്തിൽ വരുന്നതാണ്? ഷിമാലിന്റെ അണ്ടറിൽ വരുന്നതാണ് കനാനിയയും ആറാമിയയും. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ്? ആക്കിദിയ ഭാഷ സെമിറ്റിക്കിന്റെ ഏത് വിഭാഗത്തിൽ പെട്ടതാണ്? അപ്പോൾ നിങ്ങൾക്ക് പറയാം സാമിയ, അഷിമാലിയ, ഷെർക്കിയ അതിൽ പെട്ടതാണ് ആക്കിദിയ. ഇനി കനാനിയ ഏതിലാണെന്ന് ചോദിച്ചാൽ അസാമിയ, അഷിമാലിയ, ഗർബിയ. അതുപോലെ അറബി ഏതിൽ പെട്ടതാണെന്ന് ചോദിച്ചാലോ അസാമിയ, ജുനൂബിയ, അറബിയ. ഈ ഒരു പിക്ചർ ഇങ്ങനെ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ലാംഗ്വേജസുകളും ഒറ്റയടിക്ക് ഏത് ഫാമിലിയിൽ പെടുന്നതാണ് അല്ലെങ്കിൽ ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് എന്ന് ഓർത്തു വെക്കാൻ സഹായിക്കും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. അപ്പോൾ ഇത് ഷൗക്കി ലൊയ്ഫിന്റെ ഒരു ഇതിൽ വരുന്നതാണ്. ഷൗക്കി ലൊയ്ഫ് ഇങ്ങനെ കൊടുക്കുന്ന ഒരു വിഭജനമാണ്. എല്ലാവരും തന്നെ ഇങ്ങനെ സെമിറ്റിക് ഭാഷയെ എന്താക്കുന്നുണ്ട്? ഷിമാലി ആയിട്ടും ജുനൂബി ആയിട്ടും തരംതിരിക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അത് എല്ലാവരുടെയിലും വരുന്നുണ്ട്, ഹന്ന ഫാഹൂരിയുടെയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ നാട്ടിലെയും ആളുകളെ എന്താ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ പറഞ്ഞ ഭാഷകളിലെല്ലാം എന്ത് സംഭവിച്ചു? മിക്കതും എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി, അത് നിലനിന്നില്ല. വലം യബ്ഖി ഹയ്യുൻ മിൻഹ സിവൽ അറബിയ വൽ അംഹരിയ വൽ അബ്റാനിയ വ സിറിയാനിയ. എന്തുപറ്റി? അറബിയും അംഹരി ഭാഷയും അബ്രാനിയും സുറിയാനിയും അല്ലാതെ മറ്റൊന്നും തന്നെ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല? നിലനിൽക്കുന്നില്ല. ബാക്കിയെല്ലാം എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. ഏതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? അറബി ഉണ്ട്, അംഹരി ഉണ്ട്, അബ്രാനി ഉണ്ട്, സിറിയാനിയ ഉണ്ട്. ഇനി ലുവത്തുൽ ആക്കിദിയ, വീണ്ടും ആ ഭാഷ എന്താണ് എന്ന് പറയുന്നതാണ്. ലുവത്തുൽ ആക്കിദിയ ആരായിരുന്നു സംസാരിച്ചിരുന്നത്? ബാബിലിയ വൽ ആശൂരിയ, ആ സമൂഹമായിരുന്നു. ലുവത്തുൽ കനാനിയ ആരുടേതായിരുന്നു? ഫൈനീഖിയ വൽ അബിരിയ വൽ മുആബിയ. ലുവത്തുൽ ഓജിരിതിയ, ലുവത്തുൽ ഓഗാരിതിയ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതൊന്നും വലിയ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമുക്ക് പ്രധാനമായും ഡിസ്കസ് ചെയ്യേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും അറബി ഭാഷയെ പറ്റിയാണ്. അപ്പോൾ അത് മെയിൻ ആയിട്ട് ഓർത്തു വെക്കുക. അറബി ഭാഷ എവിടെ പെട്ടതാണ്? സെമിറ്റിക് ഭാഷയിൽ തന്നെ ജുനൂബിൽ പെട്ടിട്ടുള്ള ഭാഷയാണ് അറബി എന്നത് ഓർത്തു വെക്കുക. ലുവത്തു സാമിയ, വീണ്ടും സയ്യാത്തിന്റെ ഒരു അഭിപ്രായം പറയാണ്. ലുവത്തു സാമിയയിൽ പെട്ടതാണ് അറബിയ, ബാബിലിയ, ആശൂരിയ, എബ്രാനിയ, ഫൈനീഖിയ, അൽ ആറാമിയ വൽ ഹബഷിയ. അത് സയ്യാത്ത് പറയുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ നേരത്തെ ആ ഒരു പിക്ചർ വരച്ച് ക്ലാസിഫൈ ചെയ്ത പോലെ ഹന്ന ഫാഹൂരിയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അവര് പറയുന്നത് ലുവത്തു സാമിയ അഷിമാലിയ, ഷിമാലിയയിൽ പെട്ടതാണ് ആശൂരിയ, ആറാമിയ, കനാനിയ, അതുപോലെ തന്നെ അബ്രാനിയ വൽ ഫൈനീഖിയ. അത് ആരുടേതാണ്? ഹന്ന ഫാഹൂരി പറയുന്നതാണ്. ഇനി ലുവത്തു സാമിയ അൽ ജുനൂബിയ പറഞ്ഞാലോ അവിടെ അറബിയാണ് പ്രധാനമായും നിൽക്കുന്നത്. ഹന്ന അൽ ഫാഹൂരിയുടേതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇനി ബ്രോക്കൽമാൻ എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റിക്, ഒരു ഭാഷ ശാസ്ത്രജ്ഞൻ വീണ്ടും ലുവത്തു സാമിയയെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ച് പിന്നീട് അതിന്റെ താഴെ വരുന്നതൊക്കെയാണ് പഠിച്ചത്. എന്നാൽ ബ്രോക്കൽമാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അറബി ഭാഷയെ സെമിറ്റിക് ഭാഷകളെ മൂന്നായി തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് സെമിറ്റിക് ഭാഷയെ മൂന്നായി തരംതിരിച്ചതെന്ന് ചോദിച്ചാൽ അത് ബ്രോക്കൽമാൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. അദ്ദേഹം എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? അൽ ലുവാത്തു ഷർഖിയ, അഷിമാലിയ, അൽ ഗർബിയ, ഷിമാലിയ, അൽ ഗർബിയ, അൽ ജുനൂബിയ. അങ്ങനെയാണ് ബ്രോക്കൽമാൻ ഇത് സെമിറ്റിക് ലാംഗ്വേജസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി അറബി ഭാഷയിലേക്ക് വരാണെങ്കിൽ അന്നൽ ലുഗത്തുൽ അറബിയ അഖ്റബു മിൻ അഖ്വാതിഹ ഇലൽ അസ്ലി സാമി
നമ്മുടെ അറബി ഭാഷയെ പറ്റി പറയുകയാണെങ്കിൽ സെമിറ്റിക് ഭാഷകളോട് ഏറ്റവും അധികം അടുപ്പമുള്ളത് എന്താണ്? അക്റബാണ്. ഏറ്റവും അടുപ്പമുള്ളത് അറബി ഭാഷയ്ക്കും. എന്നാൽ ഏറ്റവും പഴക്കം ചെന്നത്, അക്ദമായത്, ഏറ്റവും പഴക്കം ചെന്നത് ആരാമിക് ഭാഷയും ആണ്. العلماء يردون اللغات السامية إلى الآرامية والكنعانية والعربية كما يردون اللغات العارية إلى اللاتينية واليونانية والسنسكريتية. എന്താണ് പണ്ഡിതന്മാര് സെമിറ്റിക് ഭാഷ എന്ന് പറയുമ്പോൾ ആറാമിക്, കൻആൻ ഭാഷയും അറബി ഭാഷയും ആയിട്ടാണ് അവർ പരിഗണിക്കുന്നത്. ഏതുപോലെ ആര്യൻ ഭാഷകളെ, ആര്യൻ ലാംഗ്വേജസിനെ ലാറ്റിനിയ, യൂനാനിയ, സംസ്കൃതിയ എന്നാക്കി അവർ പറയുന്നത് പോലെ സെമിറ്റിക് ഭാഷയിലെ പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയാ ആറാമിക്കും കൻആൻ ഭാഷയും അറബി ഭാഷയുമാണ് എന്നാണ്. ഇനി ആറാമി ഭാഷയെ കൊണ്ട് എന്താണ് ഉദ്ദേശം? അസ്ലു കിൽദാനിയ വൽ ആശൂരിയ വ സിറിയാനിയ. ആറാമിക് ഭാഷ അതിന്റെ അസ്ല് വരുന്നത് കിൽദാനിയ, ആശൂരിയ, സിറിയാനിയാണ്. കൻആനിയയുടെ അസ്ലോ അബ്രാനിയ വൽ ഫൈനീഖിയ. അറബി ഭാഷ, ഇനി നമ്മുടെ അറബി ആണെങ്കിലോ മുലരിയ അൽ ഫുസഹി വൽ ലഹ്ജാത്തുൻ മുഖ്തലിഫ വ മിൻ ഖബായിലിൽ യമൻ വൽ ഹബ്ശ. അവിടെ എന്താണ് മുലർ ഗോത്രക്കാരുടെ അല്ലെങ്കിൽ മുലർ ലാംഗ്വേജ്, മുലർ ഫുസഹി ആയിട്ടുള്ള മുലർ എന്നാണ് അറിയപ്പെട്ടത്. മുലർ ഒരു ഗോത്രത്തിന്റെ പേരാണ്. വലഹ്ജാത്തുൻ മുഖ്തലിഫ, വ്യത്യസ്തമായിട്ടുള്ള ശൈലികളും അവർക്കിടയിലുണ്ട്. മിൻ ഖബായിലിൽ യമൻ വൽ ഹബ്ശ, ഹബിഷയിലെയും യമനിലെയും ഒരുപാട് ഗോത്രങ്ങൾക്കുള്ളിൽ വരുന്ന. അൽ-ലുഗത്തുൽ അറബിയ അർക്കാ ലുഗാത്തു സാമിയ. ഇനി സെമിറ്റിക് ലാംഗ്വേജസിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭാഷയാണ് ലുഗത്തുൽ അറബിയ. എന്തുകൊണ്ട്? അശദ്ദഹ ഫസ്വാഹത്തൻ വ ഇത്തിസാൻ. അതിന്റെ ഫസ്വാഹത്ത് കൊണ്ടും വ്യാപ്തി കൊണ്ടും വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഭാഷയാണ് അറബി ഭാഷ. തുവല്ലിദത് അൽ കിതാബത്തുൽ അറബിയ ബിതനവ്വുഇൽ ഹർഫി നബ്തി. നബ്തി ഹർഫുകളിൽ നിന്നാണ് അറബി കിതാബത്ത് ജനനം കൊള്ളുന്നത്. അഥവാ നബ്തി ഹർഫുകളിൽ നിന്നാണ് അറബി അക്ഷരങ്ങൾ രൂപപ്പെടുന്നത് എന്നാണ് അഭിപ്രായം. അപ്പൊ ആ നബ്തി എന്ന പേരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഇനി നമ്മൾ ഇതിന്റെ അടിസ്ഥാനം പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഭാഷയുടെ പുരോഗതിയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. തതവ്വുറുൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷയുടെ പുരോഗതി. ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടാണ്. ഈ അഭിപ്രായങ്ങൾ പറഞ്ഞത് ആരാണ് എന്നും എന്താണ് അഭിപ്രായം എന്നും ഉള്ളത് നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ നെറ്റ് എക്സാമിന് പൊതുവെ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതൊന്ന് ഈ പറഞ്ഞ ആളുകളുടെ പേരും അവർ പറയുന്ന അഭിപ്രായം എന്താണ് നോക്കി ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കാൻ ശ്രമിക്കാം. ഡോക്ടർ ട്വൽസ് എന്ന് പറയുന്ന ആള് പറയുന്നുണ്ട്, ഇന്ന അക്ദമ നുസൂസിൽ അറബിയ, അറബി ഭാഷയിലെ ഏറ്റവും പഴക്കം ചെന്ന നുസൂസ്, എഴുത്തെന്ന് പറയുന്നത് എന്താണ്? അൽ ഫസീഹ അല്ലത്തി അസറ അലൈഹ തർജിഉ ഇലാ ഫിത്രത്തി മിനൽ ഖർനി സാലിസ് ബഅദൽ മീലാദ്. എന്താണ്? BC 13-ാം നൂറ്റാണ്ടിലേക്കാണ് അതിന്റെ റെഫറൻസ് മടങ്ങുന്നത്. അല്ലെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന ആ ഒരു എഴുത്ത് നമുക്ക് കിട്ടുന്നത് BC 13-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ നിന്നാണ്. ഇനി ഈ ഭാഷ വളരുന്നത് എങ്ങനെയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അശ്ശിഅർ വൽ ഹിക്മുൽ ജാഹിലി സുമ്മ ഫിൽ ഖുർആൻ. നമുക്കറിയാം ജാഹിലി കാലഘട്ടത്തിലെ കവിതകളുടെ പ്രാധാന്യത്തെ പറ്റി. അശ്ശിഅർ ദീവാനുൽ അറബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് തന്നെ. അപ്പോൾ ആ ഒരു പുരോഗതി പ്രാപിച്ചത്, അറബി ഭാഷയുടെ പുരോഗതി പ്രാപിക്കുന്നത് കവിതയിലൂടെയും ജാഹിലി കാലഘട്ടത്തിലെ ഹിക്മത്തുകളിലൂടെയും അതുപോലെ തന്നെ പിന്നീട് വരുന്ന നമ്മുടെ ഇസ്ലാമിക കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ മഹത്തായ ഖുർആനിലൂടെയുമാണ് അറബി ഭാഷ വളർച്ച പ്രാപിക്കുന്നത്, പുരോഗതി പ്രാപിക്കുന്നത് എന്നാണ് ഡോക്ടർ ട്വൽസ് അഭിപ്രായപ്പെടുന്നത്. ഇനി ജർജി സൈദാന്റെ ഒരു അഭിപ്രായം ഉണ്ട്. അക്സറ സുക്കാനി അവാസിത്തുൽ ജസീറത്തുൽ അറബ് മിൻ മുലർ. എന്താണ് അവാസിത്തു ജസീറത്തുൽ അറബ്? നമ്മുടെ മിഡില് വരുന്ന അറേബ്യൻ ഉപദ്വീപിലെ ജീവിച്ചിരുന്ന ആളുകൾ, അധിക താമസക്കാരും ഏത് ഗോത്രക്കാരായിരുന്നു? മുലർ ഗോത്രക്കാരായിരുന്നു. വകാനത് അഅലമുഹ, അതിലെ ഏറ്റവും ശ്രേഷ്ഠരായവരായിരുന്നു തമീം ഫി ഷർഖ്, നജിദു ഷിമാലുഹു, ഗത്തുഫാൻ, അതുപോലെ തന്നെ ഗത്തുഫാൻ ഗോത്രവും. ഗത്തുഫാൻ ഗോത്രത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് അബ്സ്, സുബിയാൻ,
അർക്കാഹ ഖുറൈഷ് മിൻ മക്ക, അവരിൽ തന്നെ ഏറ്റവും ഉയർന്നത് നമ്മുടെ ഖുറൈഷാണ്. ഖുറൈഷിനെ പറ്റി നമുക്കറിയാം, നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കബീലയാണ് ഖുറൈഷ്. ഇനി ജർജി സൈദാന്റെ തന്നെ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അക്സർ സുക്കാനി ഹാഫി ഷിമാൽ, ഷിമാലിൽ അധികവും ഉണ്ടായിരുന്നത് ആരാണ്? മിൻ റബിയ, റബിയയിൽ നിന്നുള്ളവരായിരുന്നു. വഫീഹിം അതാരൊക്കെയാണ്? ബക്കർ ഗോത്രം, തഗലബ് ഗോത്രം എന്നിവരൊക്കെ. ലുവാത്തു ഹാദിഹിൽ കബായിൽ, ഈ ഒരു ഗോത്രങ്ങളുടെയൊക്കെ ഭാഷ കാന തഖ്തലിഫു ബഅദുഹാ അൻ ബഅദ് ബിഇഖ്തിലാഫി അഹ്വാലിഹ വ മസാകിനിഹ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വ്യത്യാസമുള്ള ഭാഷകളായിരുന്നു. അഥവാ ഒരേപോലെയുള്ളതല്ലായിരുന്നു, മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വ്യത്യാസമുള്ള ലാംഗ്വേജ് ആയിരുന്നു എവിടെയുള്ളവര്? ഷിമാലിലുള്ളവര് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ വസ്തിലുള്ളവര്, അവാസത്തിലുള്ള ആളുകൾ ആരൊക്കെയായിരുന്നു? മുലർ ഗോത്രം, തമീം ഗോത്രം, അതുപോലെ തന്നെ ഗത്തുഫാൻ ഗോത്രം. ഗത്തുഫാൻ ഗോത്രത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് അബ്സ്, സുബിയാൻ, ഖുറൈഷ് ഒക്കെ. അപ്പോ അബ്സ്, സുബിയാൻ, ഗത്തുഫാൻ ഗോത്രത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ ഗോത്രങ്ങളിലെല്ലാം തന്നെ ഉന്നതമായ ഗോത്രമായിരുന്നു ഖുറൈഷ് എന്ന് പറയുന്നത്. അപ്പോ ഷിമാലിലേക്ക് വരാണെങ്കിലോ അവിടെ അധികം ഉണ്ടായിരുന്നത് റബിയയിൽ പെട്ട ആളുകളാണ്. ബക്കർ, തഗലബ് ഗോത്രമാണ് ഷിമാലിലുള്ളതിലെ പ്രശസ്തമായത്, അത് ഓർത്തു വെക്കാം. പിന്നെ മാരിസിയയുടെ ഒരു അഭിപ്രായമുണ്ട്, ഇന്ന ലുവത്തു ശുഅറാ ഉൽ അറബ് ഹിയ ലുവത്തുൻ ശുഅരിയ, അറബി ഭാഷ എന്ന് പറയുന്നത് കവികളുടെ ഭാഷയാണ് എന്നാണ് മാരിസിയ പറയുന്നത്. ലം തകുൻ ലുവത്തുൻ തുഖാതബ് വഹിയ ഖായിമ ഫിൽ അസ്ൽ അലാ ലഹ്ജതി അഹ്ലി നജ്ദ്, അഥവാ എന്താണ് ഇത് നജ്ദുകാരുടെ ശൈലിയിൽ വളർന്നു വന്ന, അല്ലെങ്കിൽ കവിതയിലൂടെ പുരോഗതി പ്രാപിച്ച, കവിതയിലൂടെ വളർന്നു വന്ന ഭാഷയാണ് അറബി എന്നാണ് ആര് പറയുന്നത്? മാരിസിയ പറയുന്നത്. അപ്പൊ ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ഇരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ത്വൽസ് പറയുന്നത് ഏകദേശം അറബി ഭാഷയെ പുരോഗതി പ്രാപിക്കുന്ന ടൈം പീരിയഡ് ആണ് മെൻഷൻ ചെയ്യുന്നത്. കർണു സാലിസ് ബാദ മീലാദില കർണൽ ഹാമിസ് എന്നാണ്. എന്നാൽ ജർജി സൈദാന്റെ 2 അഭിപ്രായങ്ങളും എന്തിലൂടെയാണ്? ഗോത്രങ്ങളുടെ പേര് മെൻഷൻ ചെയ്തിട്ടാണ് പറയുന്നത്. അതില് ടൈം പീരീഡ് അല്ല, മറിച്ച് അറബികളെ പറ്റി നന്നായി അറിയുന്ന ആളായിരുന്നു ആര്? ജർജി സൈദാൻ. അങ്ങനെ ഒന്ന് ടെക്നിക്കിലൂടെ ഓർത്തു വെക്കാനാണ്. ജർജി സൈദാന് അറബി ഗോത്രങ്ങളെ പറ്റിയൊക്കെ നല്ല രീതിയിൽ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റിലും അറബികളുടെ ഗോത്രത്തെ പറ്റിയുള്ള പേര് പറയുന്നുണ്ട്. എന്നാൽ ത്വൽസ് എന്ന് പറയുന്നത് പുറത്തുള്ള ഒരാളാണല്ലോ, അദ്ദേഹം അറബി ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറബി ഭാഷയുടെ പുരോഗതി പ്രാപിച്ച ടൈം പീരിയഡിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ അവരുടെ ഉള്ളിലുള്ള ഗോത്രങ്ങളുടെ പേരൊന്നും അല്ല പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. പിന്നെ മാരിസിയ ആണെങ്കിൽ കവിതയുടെ ഭാഷയാണ് അറബി എന്ന് പറഞ്ഞ ആളാണ് മാരിസിയ. അപ്പൊ അത് ഓർത്തു വെക്കാം. പിന്നെയോ അഹ്ലി നജ്ദ് ലുവത്തൈനി റൈസത്തൈനി തഫറഅത് അൻഹാ സായിറുൽ ലഹജാത്തുൽ അറബിയ, അറബി ഭാഷയെ എന്താണ് 2 ഭാഗങ്ങളായാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ? ലുവത്തുൽ ജുനൂബ് അവിൽ ലുവത്തുൽ ഹിമീരിയ. ലുവത്തുൽ ജുനൂബ്, അറബി ഭാഷയെ പ്രധാനമായും നമ്മൾ 2 ഭാഗങ്ങളായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്ന് ലുവത്തുൽ ജുനൂബും രണ്ടാമത്തത് ലുവത്തുൽ ഷിമാലുമാണ്. ലുവത്തുൽ ജുനൂബ് അഥവാ ലുവത്തുൽ ഹിമീരിയ എന്ന് പറയും. അത് ലുവത്തുൽ യമൻ അൽ കഹ്താനിയയാണ്. യമനിലെ ഭാഷയാണ് ലുവത്തുൽ ജുനൂബ്. കഹ്താനിയ, കഹ്താൻ എന്നത് അവരുടെ ജദ്ദിലേക്ക്, നിസ്ബത്തുനില ജദ്ദിഹിം കഹ്താൻ, കഹ്താനിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയുന്നത്. സക്കനു അൽ യമൻ, അവരെവിടെ താമസിച്ചവരായിരുന്നു? യമനിലുള്ളവർ. അതാണ് ലുവത്തുൽ ജുനൂബ്. ഇനി അടുത്ത ഭാഗം എന്താണ്? ലുവത്തുൽ ഷിമാൽ അവ ലുവത്തുൽ മുളിരിയ. ലുവത്തുൽ ഹിജാസ് അൽ അദ്നാനിയ, അദ്നാനിയ എന്നാണ് അറിയപ്പെടുന്നത്. അദ്നാനിലേക്ക് ചേർത്ത് ആരഹും അറബു ഷിമാൽ, ആരായിരുന്നു അത്? ഷിമാലിലുള്ള അറബികളായിരുന്നു. നിസ്ബത്തുൻ ഇലാ ജദ്ദിഹിം അദ്നാൻ, അദ്നാനിലേക്ക് ചേർത്ത് അവരുടെ ജദ്ദായ അദ്നാനിലേക്ക്, വല്ലുപ്പയായ അദ്നാനിലേക്ക് ചേർത്താണ് പറയുന്നത് സക്കനു അൽ ഹിജാസ്. അപ്പോ അറബി ഭാഷ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ആക്കാം. അറബി ഭാഷ എന്താണ് 2 ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഒന്ന് ലുവത്തുൽ ജുനൂബും മറ്റേത് ലുവത്തു ഷിമാലുമാണ്. ലുവത്തുൽ ജുനൂബും ഷിമാലും. അതില് ലുവത്തുൽ ജുനൂബ് എന്ന് പറയുന്നത് യമൻകാരാണ്. അതുപോലെ തന്നെ കഹ്താൻകാരാണ്. യമൻ കഹ്താനിലേക്ക് ചേർത്താണ് പറയുന്നത്. കഹ്താൻ.
എന്നാൽ ഷിമാലിലേക്ക് വരുമ്പോ അവര് ഹിജാസുകാരാണ്. ഹിജാസ് ആരിലേക്ക് ചേർത്താ പറയുന്നത്? അദ്നാനിലേക്ക് ചേർത്താണ് പറയുന്നത്. അപ്പൊ അദ്നാനെയും കഹ്താനെയും മാറിപ്പോവാതെ നോക്കാം. ഹിജാസ് അദ്നാൻ, ഹിജാസ് അദ്നാനും കഹ്താൻ യമനും. ഹിജാസ് അദ്നാൻ, യമൻ കഹ്താൻ, അങ്ങനെ ഓർത്തു വെക്കാം. അറബി ഭാഷയെ നമ്മൾ പ്രധാനമായും രണ്ട് ഡിവിഷൻ ആയിട്ടാണ് പഠിക്കേണ്ടത്. ഷിമാലിലുള്ള അറബികളും ജുനൂബിലുള്ള അറബികളും. ഷിമാൽ എന്ന് പറയുന്നത് ഹിജാസ് അദ്നാനാണ്, അഥവാ ഹിജാസിലുള്ള ആളുകൾ അദ്നാനിലേക്ക് ചേർത്ത് പറയുന്നു. ജുനൂബിലുള്ള ആളുകൾ ആരൊക്കെയാണ്? കഹ്താൻ യമനാണ്, അഥവാ യമനിലുള്ള ആളുകള് കഹ്താനിലേക്ക് ചേർത്താണ് പറയുന്നത്. അത്രയും ഓർത്തു വെക്ക. പിന്നെ എന്താ പറയുന്നത്? കാനത്തൽ ലുഗത്തുൽ ജുനൂബുൽ ഹിമീരിയ. ഇനി ജുനൂബിലുള്ള ആളുകളുടെ അവസ്ഥയാണ് പറയുന്നത്, അഥവാ യമനിലുള്ള അറബികളുടെ അവസ്ഥ എന്താണ്? അക്സറു ഇത്തിസ്വാലൻ ബിൽ ലുഗത്തുൽ ഹബഷിയ അവിംഹരിയ വൽ ആക്കിദിയ. അവർക്ക് അധികമായിട്ടും കണക്ഷൻ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവര് അധികമായിട്ടും അവർക്ക് ബന്ധം ഉണ്ടായിരുന്നവരാണ് ആര്? ജുനൂബിലുള്ള ആളുകൾ. ആരോടായിരുന്നു ബന്ധം ഉണ്ടായത്? ഹബഷികളോടും അംഹരികളോടും ആക്കിദീകളോടുമായിരുന്നു ജുനൂബിലുള്ള അറബികൾക്ക് എന്ത് ബന്ധം കൂടുതൽ? ജുനൂബിലുള്ള അറബി എന്ന് പറയുമ്പോൾ നമ്മുടെ യമനിലുള്ള അറബികൾ. ഇനി ഹിജാസിലുള്ള ആളുകൾ, മുലരിയ ആയിട്ടുള്ള ആളുകൾ അക്സറു ഇത്തിസാലൻ ബിൽ അബിരിയ, അബിരി ഭാഷയോടും നബ്തി ഭാഷയോടുമായിരുന്നു അധികം ബന്ധം പുലർത്തിയിരുന്നത്, അഥവാ നമ്മുടെ ലുഗത്തുൽ ഹിജാസ്, നമ്മുടെ ലുഗത്തുൽ ഷിമാൽ എന്ന് പറയുന്നത്. ലുഗത്തുൽ യമൻ തഖ്തലിഫു അൻ ലുഗത്തുൽ ഹിജാസ്. യമനിലെ ഭാഷ ഹിജാസിലെ ഭാഷയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഫിൽ ഔലായി വ തസ്വാരിഫി വ അഹ്വാലി. എന്തിലൊക്കെ? ഭാഷാ പ്രയോഗങ്ങളിലും പദനിർമ്മിതികളിലും വ്യാകരണം, ഇതിലൊക്കെ ഈ രണ്ട് ഭാഷാ വിഭാഗങ്ങള് പരസ്പരം വ്യത്യാസം പുലർത്തിയിരുന്നു. അഹ്വാലി വൽ ഇഷ്തിക ഹത്താ കാല അമ്രുബ്നു അല. ഇനി അമ്രുബ്നു അലാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ലൈസത്ത് ലുഗത്തു ഹിമീർ. ഹിമീരികളുടെ ഭാഷ എന്ന് പറയുന്നത് ബിലുഗത്തിന വല അറബിയത്തിലും ബി അറബിയത്തിന. എന്താണ്? ഹിമീരികളുടെ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയല്ല, അതുപോലെ തന്നെ അവരുടെ അറബി എന്ന് പറയുന്നത് നമ്മുടെ അറബിയുമല്ല. അത് വ്യത്യാസമുള്ളതാണ്. അഥവാ ഷിമാലിലെയും ജുനൂബിലെയും ഭാഷകൾക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അമ്രുബ്നു അല ആണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്നൊന്ന് ഓർത്തു വെക്കുക. ലൈസത്ത് ലുഗത്തു ഹിമീർ ബി ലുഗത്തിന വല അറബിയത്തിഹിം ബി അറബിയത്തിന. ഇനി യമനികളെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അറബി ഭാഷയെ യമനിലുള്ളവരും ഹിജാസിലുള്ളവരും എന്ന രീതിയിൽ രണ്ടാക്കി ഡിവൈഡ് ചെയ്തു. ഇനി ഈ യമനികളെ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും അവരെ രണ്ടാക്കുന്നുണ്ട്. ഷിഅബു കഹ്ലാൻ, ഷിഅബു ഹിമീർ. അഷ്ഹറു ഖബായിലുഹു. കഹ്ലാനിലെ പ്രശസ്തരായവരാണ് ത്വയ്യ്, ഹംദാൻ, ലഹ്മ്, കിന്ദ ഗോത്രക്കാരും. ഹിമീരികളില് പ്രശസ്തമായതാണ് കുലാഅ, തന്നൂഹ്, കൽബ് ഗോത്രങ്ങളൊക്കെ. വകദാലിക യൻഖസിമു അൽ ഹിജാസിയൂൻ. അതേപോലെ തന്നെ ഹിജാസികളെയും നമ്മൾ രണ്ടാക്കുന്നുണ്ട്. റബിയ ഗോത്രക്കാരെന്നും മുലർ ഗോത്രക്കാരെന്നും ഉള്ള പേരില്. റബിയയില് പ്രശസ്തമായത് ബക്കർ, തഗ്ലബ് ഗോത്രങ്ങളാണ്. മുലറില് പ്രശസ്തമായത് കൈസ്, തമീം, ഹുദൈല്, മുസൈന വ ഖുറൈഷ്. ഇത്രയും ഗോത്രങ്ങള് മുലറില് പ്രശസ്തമായതാണ്. അപ്പോ അറബി ഭാഷയെ രണ്ടാക്കുന്നു, ഷിമാൽ എന്നും ജുനൂബ് എന്നും ആക്കുന്നു. ഷിമാലിൽ വരുന്നത് ഹിജാസികളാണ്, അദ്നാനിലേക്ക് ചേർത്താണ് പറയുന്നത്. ജുനൂബിൽ വരുന്നത് യമനികളാണ്, കഹ്താനിലേക്ക് ചേർത്താണ് പറയുന്നത്. അതുപോലെ യമനികളെ വീണ്ടും രണ്ടാക്കുന്നു, കഹ്ലാൻ എന്നും ഹമീർ എന്നും പേരില് രണ്ടാക്കുന്നു യമനികളെ. എന്നിട്ട് കഹ്ലാനിൽ പ്രശസ്തമായവര് ത്വയ്യ്, ഹംദാൻ, ലഹ്മ്, കിന്ദ. അതുപോലെ ഹിമീരികളിൽ പ്രശസ്തമായവരാരാണ്? കുലാഅ, തന്നൂഹ്, കൽബ്. ഇനി ഹിജാസികളിലേക്ക് വരാണെങ്കിൽ ഹിജാസികള് അഥവാ നമ്മുടെ ഷിമാലിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ റബിയയും മുലറും ആയിട്ട് അവരെ വീണ്ടും തരംതിരിക്കുന്നു. ബക്കർ, തഗ്ലബ് ഗോത്രങ്ങളാണ് റബിയയില് പ്രശസ്തമായത്. മുലറില് നമുക്ക് അറിയുന്ന ഗോത്രം ഉള്ളത്, അങ്ങനെ ഓർത്തു വെക്കുക. ഖുറൈശി ഗോത്രം മുലറില് പെട്ടതാണ്. മുസൈന, ഹുദൈല്, തമീമ്, കൈസ് ഒക്കെയും മുലർ ഗോത്രത്തില് പെട്ടതാണ്. ലുഗത്തുൽ മുലർ. ഇനി മുലറുകാരുടെ ഭാഷ കാനത്ത് ഫിൽ ജാഹിലിയ അലുഗത്തുൽ ആമ ലിൽ അറബ് കുല്ലുഹും.
കമാ റഅയ്ന അശ്ശുഅറാഉൽ ജാഹിലിയ്യ മിൻ അയ്യി മവാത്തിനിൻ കാനൂ യുനള്ളിമൂന ഖസായിദുഹും ഫീഹ. മുള്ളറുകാരുടെ ഭാഷയാണ് അറബികളുടെ പൊതുവായിട്ടുള്ള ഭാഷയായി അവര് പരിഗണിച്ചിരുന്നത്. അഥവാ അവരുടെ കുറച്ച് എന്താണ് പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അതില് കുറച്ച് മുൻപന്തിയിൽ നിന്നിരുന്നത് മുള്ളറുകാരുടെ അറബിയായിരുന്നു. അതിലായിരുന്നു അവര് കവിതകളൊക്കെയും രചിച്ചിരുന്നത്. ഖദ് ദഹബ ബഅ്ദുൽ ഉലമായി ഇലാ അന്ന ലുഗത്തുൽ ജുനൂബിൽ ഖഹ്താനിയ കാനത് അസ്ലം മിൻ ഉസൂലിൽ അദ്നാനിയ. എന്താണ് ചില ആര് പറയുന്നുണ്ട്, ചില നമ്മുടെ പണ്ഡിതന്മാര് പറയുന്നുണ്ട് അന്ന ലുഗത്തുൽ ജുനൂബിൽ ഖദ് ബഅ്ദുൽ ഉലമായി ഇലാ അന്ന ലുഗത്തുൽ ജുനൂബിൽ ഖഹ്താനിയ, ഖഹ്താനി ഭാഷ തന്നെയാണ് അതിന്റെ എന്ത് അസ്ലായിട്ട് മീൻ ഉസൂലുൽ അദ്നാനിയയിലെ പെട്ടതാണ് എന്ന് പറയപ്പെടുന്നത്. ഇനി നമ്മുടെ എന്താണ് സലാസ തൊബക്കകളായിട്ട് നമ്മുടെ അറബികളെ തിരിക്കുന്നുണ്ട്. അറബി ഭാഷയല്ല, അറബികളെ 3 തൊബക്കകളായിട്ട് തിരിക്കുന്നുണ്ട്. ഇത് മിക്കവാറും എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്? അൽ ബാഇദ, അൽ ആരിബ, അൽ മുസ്തഅരിബ എന്നിങ്ങനെ 3ആയിട്ട് അറബികളെ തരംതിരിക്കുന്നുണ്ട്. ബായിദ കൊണ്ട് എന്താണ് ഉദ്ദേശം? ലം യുസജ്ജിലു ലഹും അത്താരീഖ് ഇല്ലാ സഫ്ഹാത്തുൻ മുശവ്വഹാത്തുൻ. ഇവരെ പറ്റി വലിയ നമുക്ക് ഏറ്റവും പഴക്കം ചെന്ന ഗോത്രക്കാരാണ് ബായിദ എന്ന് പറയുന്നത്. നമുക്ക് ഇവരെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് റെഫറൻസ് ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ ഇവരെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിലെ പ്രശസ്തമായ ബായിദയിലെ പെട്ട അഥവാ വംശനാശം സംഭവിച്ചു പോയ അറബ് സമൂഹമാണ്. അവരിൽ പെട്ട ഗോത്രങ്ങളായിരുന്നു ആദ്, സമൂദ്, ത്വസം, ജുദൈസ് ഒക്കെ. ഇനി ആരിബയിലേക്ക് വരികയാണെങ്കിൽ, അറബികളുടെ കേസാണ് കേട്ടോ പറയണേ. ആരിബയിലേക്ക് വരികയാണെങ്കിൽ അവരാരാണ്? അൽ യമനിയൂനാണ്. അവര് യമനികളാണ്. യന്തമൂന ഇലാ യഅ്റബ് ഇബ്നു ഖഹ്താൻ അൽ മദ്കൂർ ഫി തൗറാത്ത് ബിസ്മി യാരിഹ് യഖ്താൻ. എന്താണ്? നമുക്കറിയാം അറബി ഭാഷയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന യഅ്രിബ് ഇബ്നു ഖഹ്താനിലേക്ക് ചെന്ന് അവസാനിക്കുന്ന ഗ്രൂപ്പാണ് ആരിബ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ യഅ്രിബ് ഇബ്നു ഖഹ്താനെ തൗറാത്തിൽ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? യാരിഹ് ബിൻ യഖ്താൻ എന്നാണ്. മിൻ നസ്ലിഹ ഹിമീർ വ കഹ്ലാൻ. ഇവരുടെ വംശപരമ്പരയാണ്, സന്താന പരമ്പരയിൽ പെട്ടതാണ് ഹമീർ, കഹ്ലാൻ ഒക്കെ. അസ്ല് ലിസാനുൽ അറബി, അറബി ഭാഷയുടെ അടിസ്ഥാനമായിട്ട് അറിയപ്പെടുന്നതും ആരിബയാണ്. കൗലു ഹസ്സാൻ ഇബ്നു സാബിത്ത്, ഹസ്സാൻ ഇബ്നു സാബിത്ത് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. തഅല്ലംതു മിൻ മൻതിഖി ശൈഖുൻ യുറബ് വകുൻതും ഖദീമൻ മാലക്കും വൈരി അജ്മ. എന്താണ്? യഅ്റബിന് മുൻപ് നിങ്ങൾ അനറബികളായിരുന്നു എന്ന അർത്ഥത്തില് ഹസ്സാൻ ഇബ്നു സാബിത്ത് ഒരു കവിതയിലെ വരികള് രചിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു കവിത തന്നിട്ട് ചോദിച്ചേക്കാം ഇതാരുടേതാണ് എന്ന്. ഹസ്സാൻ ഇബ്നു സാബിത്ത് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. തഅല്ലംതു മിൻ മൻതിഖി അശ്ശൈഖ് യഅ്റബ്. എന്താണ്? നിങ്ങൾ പഠിച്ചത് യുറബിൽ നിന്നാണ്. വകുന്തും ഖദീമൻ, നിങ്ങൾ പണ്ട് ആരായിരുന്നു? മാലക്കും ഗൈറ അജ്മ, അനറബികളായിരുന്നു. യഅ്റബിൽ നിന്നാണ് നിങ്ങൾ എന്ത് പഠിച്ചത്? അറബി പഠിച്ചത് എന്നാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് അഭിപ്രായപ്പെടുന്നത്. അപ്പോ യഅ്റബ് ഇബ്നു ഖഹ്താൻ ആരാണ്? ആരിബയിൽ പെട്ടതാണ്. ഇനി മുസ്തഅരിബ, 3ാമത്തെ ഗ്രൂപ്പാണ് മുസ്തഅരിബ. വകുന്തും ഖദീമൻ മാലക്കും ഗൈർ വഹും വലതു ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ വരുന്നവരാണ് മുസ്തഅരിബ. നസല ബിൽ ഹിജാസ്, അവരെ ഹിജാസിൽ താമസമാക്കിയവരാണ്. ഹവാലി കർണി താസി അശറ ഖബലൽ മീലാദ്, BC എന്താണ് 19ാം നൂറ്റാണ്ടിലാണ് അവര് ഹിജാസിൽ വരുന്നതും. ഇവരിലെ പ്രധാനപ്പെട്ട ഗോത്രക്കാരാണ് നിസാർ വ റബിയ വ മുലർ വ ബക്കർ വ തഗലബ് വ ദുബിയാൻ വ ഖുറൈഷ്. ഇതൊക്കെ മുസ്തഅരിബയിൽ പെട്ട അഥവാ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലുള്ളവർ എന്നറിയപ്പെടുന്ന ഗോത്രങ്ങളാണ്. തഗല്ലബത് മിൻഹാ ലുഗത്തു ഖുറൈഷ്. ഇതിലെല്ലാവരിലും വെച്ച് തന്നെ ഖുറൈശികളുടെ ഭാഷയ്ക്ക് എന്ത് സംഭവിച്ചു? അത് അതിജയിച്ചു, അത് മുന്നിട്ട് വന്നു. ഖുറൈശികളുടെ ഭാഷയാണ് അതിജയിച്ചത്. അല സായിറിൽ ലുഗാത്തി അസ്ബാബി ദീനിയ വ ഇഖ്തിസാദിയ വ ഇജ്തിമായ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്? മതപരമായ കാരണങ്ങൾ കൊണ്ടും സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെയുള്ള കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഖുറൈശികളുടെ ഭാഷയാണ് മുന്നിട്ട് വന്നത്. നസലൽ ഖുർആനുൽ കരീം ബിലുഗത്തി ഖുറൈശ്. ഖുറൈശികളുടെ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത്.
فتمت سيادة اللغة الأدنانية وأصبحت هذه اللغة معروفة بلغة الفصح. അതുകൊണ്ട് തന്നെ ഖുർആനുൽ കരീം ഖുറൈശികളുടെ ഭാഷയിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ഭാഷയ്ക്ക്, അറബി ഭാഷയ്ക്ക്, ഖുറൈശികളുടെ ഭാഷ എന്തായി മാറി? ഫുസഹി ആയിട്ടുള്ള ഭാഷയായിട്ട് ഖുറൈശികളുടെ അറബി മാറി. ഇനി എന്താണ്, അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന കുറച്ച് എന്താണ് രാജവംശങ്ങളുണ്ട്. ഇത് എന്തൊക്കെയാണ്? മുനാദിറ, ഗസാസിന, കിന്ദ. മുനാദിറ ഇത് ആ ജാഹിലിയ കാലഘട്ടത്തിൽ നിന്നിരുന്നു. നമ്മൾ അറബി ഭാഷയുടെ പുരോഗതിയെ പറ്റിയാണല്ലോ പറയുന്നത്. അപ്പോൾ അന്ന് നിലനിന്നിരുന്ന ചില രാജവംശങ്ങളെ പറ്റി പറയുന്നു എന്നതാണ്. മുനാദിറ എന്ന് പറയുന്നതിന്റെ ആസിമത്ത് വരുന്നത് ഹീറ. അൽ മലിക്കുൽ അവൽ ആദ്യത്തെ രാജാവ് അംറുബ്നു അദിയാണ്. മുനാദിറ രാജവംശത്തിലെ ആദ്യത്തെ രാജാവ് അംറുബ്നു അദിയാണ്. മലിക്കുൽ ആഹിർ അവസാനത്തെ രാജാവ് നുഅ്മാൻ ഇബ്നു മുൻദിർ അൽ മക്നി ബി അബി കാബൂസ് യുറഫൂന ഐലൻ അൽ-ലഹ്മിയൂൻ. അൽ-ലഹ്മിയൂൻ എന്ന പേരിലും നുഅ്മാൻ ഇബ്നു മുൻദിർ അറിയപ്പെടുന്നുണ്ട്. അൽ ഗസാസിന, ഇനി ഗസാസിന ഗോത്രക്കാര് രാജവംശം, അത് മിനൽ അസദിൽ യമനിയ, അസദിൽ യമനിയയിൽ പെട്ട ആളുകൾ രാജവംശമായിരുന്നു. മുഅസ്സസത്തു ദൗല ആരാണ് സ്ഥാപിച്ചത്? ജഫ്ന ബിൻത് അംർ ഇബ്നു മുസീഖിയ ആലി ജഫ്ന. ജഫ്ന കുടുംബത്തിൽ പെട്ട ആളാണ്, അതിലെ ജഫ്ന എന്ന് പറയുന്ന ആളാണ് ഇത് സ്ഥാപിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രാജവംശമാണ് കിന്ദ. അപ്പോൾ ഈ ഒരു 3 പേരുകൾ, രാജവംശങ്ങൾ ഒന്ന് ഓർത്തു വെക്കാം: മുനാദിറ, ഗസാസിന, കിന്ദ. മുനാദിറയിലെ ആദ്യത്തേത് അംറുബ്നു അദിയും അവസാനത്തേത് നുഅ്മാൻ ഇബ്നു മുൻദിറും. അതുപോലെ ഗസാസിനയിലേക്ക് വരുമ്പോൾ അത് ജഫ്ന, ആലി ജഫ്നയിൽ പെട്ട ജഫ്നയാണത് സ്ഥാപിക്കുന്നത്. പിന്നെ കിന്ദ. ഇനി മിൻ അസ്ബാബി തത്തവ്വുരിൽ ലുഗ അൽ ഫുസഹി, അറബി ഭാഷ പുരോഗതി പ്രാപിക്കാൻ അല്ലെങ്കിൽ ഫുസഹി ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് അറബി ഭാഷ എത്താൻ കാരണമായ പുരോഗതിക്ക് കാരണമായ ചില കാരണങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ കാരണങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് അസ്വാഖ്. ജാഹിലി കാലഘട്ടത്തില് അസ്വാക്കുകൾക്ക് എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ അസ്വാക്കുകളെ പറ്റി ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ് അസ്വാഖ്? വഹിയ അംകിനത്തുൻ, അത് സ്ഥലങ്ങളാണ്. ഫി ഷത്തൽ അൻഹായിൽ ജസീറ, ജസീറയുടെ പല ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന. കാനൽ അറബ് യഖ്തലിഫൂന ഇലൈഹ ഫി ഔഖാത്തിൻ മുഅയ്യന ലിശുഊനിൻ തിജാരിയ വഅദബിയ. അറബികള് പല സമയങ്ങളിലായിട്ട് ഈ ഒരു സ്ഥലത്ത്, ഈ അസ്വാക്കുകളിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്? തിജാരിയ കച്ചവടപരമായ കാരണം കൊണ്ടും അതുപോലെ അദബിയ സാഹിത്യപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് അറബികൾ ഇവിടെ ഒത്തുകൂടുമായിരുന്നു. ഇനി പ്രധാനപ്പെട്ട ചില മാർക്കറ്റുകൾ അഥവാ സൂക്കുകളെ പറ്റി നമുക്ക് നോക്കാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് സൂക്ക് ഉക്കാൽ. മിക്കവാറും പരീക്ഷയിൽ ചോദിക്കാറുണ്ട് ഈ ഒക്കാലിനെ പറ്റി. എന്താണ്? അഷ്ഹറുഹ അലൽ ഇത്ലാഖ്, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സൂക്കാണ് സൂക്ക് ഉക്കാൽ. മലിക്കത്തുൽ അസ്വാഖ് എന്നാണ് അറിയപ്പെടുന്നത്. ഏത്? സൂക്ക് ഉക്കാൽ. അഷ്ഹറു അസ്വാഖുൽ അറബ് ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു സൂക്കായിരുന്നു സൂക്ക് ഉക്കാൽ. അതെപ്പോഴാണ് അത് ആരംഭിക്കുന്നത്? കുല്ല സനത്തിൻ ഫി അവ്വലി ദിൽഖഅദ, എല്ലാ വർഷവും ദിൽഖഅദയുടെ തുടക്കം മുതൽ ഇലാ 20 വരെയാണ് അത് ഈ ഒരു സൂക്ക് നടക്കുന്നത്. ഇത്രയും ദിവസങ്ങളിലാണ് ഇത് ഉണ്ടാവുക. തഖഉ ബൈന നഖ്ല വ ത്വായിഫ്, ഇത് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു PYQ ആണ് കേട്ടോ. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്? നഖ്ലയ്ക്കും ത്വായിഫിനും ഇടയിലാണ് ഉക്കാൽ. നഹ്ലയ്ക്കും ത്വായിഫിനും ഇടയിലാണ് ഉക്കാൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹവാരിജികള് തകർത്ത് കളയുന്നുണ്ട്. ഹിജ്റ 129 ഹവാരിജികള് തകർത്ത് കളയുന്ന ഒരു സൂക്കാണ് സൂക്ക് ഉക്കാൽ. എപ്പോഴൊക്കെയാണ് ഇത്? അവ്വലു ദിൽഖഅദ മുതൽ 20 ദിൽഖഅദ വരെ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നഹ്ലയ്ക്കും ത്വായിഫിനും ഇടയിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ് മിജന്ന, സൂക്കു മിജന്ന. യഖൂഫു ബിലാദി കബീലത്തി കിനാന. എവിടെയാണ് മിജന്നയുള്ളത്? കിനാനയിലാണ്. കബീലത്തു കിനാനയിലാണ്. കാന യുക്കാമു, ഇതിന്റെ ടൈം പീരീഡ് എപ്പോഴാണ്? ഇത് നടക്കുന്ന സമയം അശ്റത്തു അയ്യാമു മിൻ ആഖിരി ഷഹ്രി ദിൽഖഅദ ഇലാ ലൈലത്തി തുലൂഇ ഹിലാൽ ഷഹ്രി ദുൽഹജ്ജ. അവസാനത്തെ 10
ദിവസം, അഷ്റത്ത അയ്യാമിൻ അവസാനത്തെ 10 ദിവസം, എന്തിന്റെ? ദിൽഖഅദയുടെ അവസാനത്തെ 10 ദിവസം. പിന്നെ ആ ഒരു ദുൽഹിജ്ജ മാസത്തിന്റെ പിറവി കാണുന്നത് വരെ. അപ്പോൾ അവസാനത്തെ 10 ദിവസമാണ് ദുൽമജന്നയുടെ സമയം. അസ്ഫലു മക്കത്തിൻ അല അമ്യാലി മിൻഹ. മറ്റൊരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ് സൂഖു ദുൽമജാസ്. അത് സ്ഥിതി ചെയ്യുന്നത് ഫി ഷർഖി മക്കത്തിൽ മുക്കറമ വയബ്അദു അൻഹ. ഏകദേശം 21 കിലോമീറ്ററോളം അതിന് വ്യാപ്തി വരുന്നുണ്ട്. സൂഖു ദൗമത്തു ജുന്ദൽ യഖൗഫി മദീനത്തി അൽ ജൗഫ് പട്ടണത്തില്, സൗദിയിലെ തന്നെ ജൗഫിലാണ് ദൗമത്തു ജുന്ദൽ സ്ഥിതി ചെയ്യുന്നത്. നടക്കുന്നത് എപ്പോഴാണ്? അവ്വലു യൗമിൻ ഫി റബിയുൽ അവ്വലിന്റെ ആദ്യ ദിവസത്തിലാണ് ദൗമത്തു ജുന്ദൽ നടക്കുന്നത്. ഈ ഒരു സൂക്കുകളുടെ അസ്വാക്കുകളുടെ പ്രാധാന്യത്തെ പറ്റി നമുക്കറിയാം. നമ്മുടെ കവികളെല്ലാം കവിത പറഞ്ഞിരുന്നതും അതിന്റെ ജഡ്ജ്മെന്റ്, അതിന്റെ ആ ഒരു ഒരു കാളിയെ വെച്ചിട്ട് അതിന്റെ ജഡ്ജ്മെന്റ് ഒക്കെ സ്വീകരിച്ചിരുന്നത് ഈ ആളുകൾ ഒത്തുകൂടുന്ന ഈ ഒരു സൂക്കുകളിൽ വെച്ചിട്ടാണ് എന്നൊക്കെ ജാഹിലിയ കാലഘട്ടത്തെ പറ്റി നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ സൂക്കുകള് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് വിഷയത്തില്? നമ്മുടെ അറബി ഭാഷയുടെ പുരോഗതിയില് സൂക്കുകൾക്ക്, അസ്വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാരണമാണ്, അറബി ഭാഷ പുരോഗതി പ്രാപിക്കാൻ കാരണമായ മറ്റൊരു കാരണമാണ് അയ്യാമുൽ അറബ് അഥവാ അറബികളുടെ ദിവസങ്ങൾ എന്നറിയപ്പെടുന്നത് ഹുറൂബുൽ ജാഹിലിയാണ്. ജാഹിലി കാലഘട്ടത്തിലെ യുദ്ധങ്ങളാണ്. ഉരിഫത് അൽ ഹുറൂബ് അല്ലത്തി വഖഅത് ബൈനൽ ഖബായിൽ ബാലുഹ മഅബാൽ ഔ ബൈന മുലൂക്കിൽ യമൻ വൽ ഖബായിൽ. ഗോത്രങ്ങൾ തമ്മിൽ നടന്ന യുദ്ധങ്ങളും അതുപോലെ യമനിലെ ഗോത്രങ്ങൾ തമ്മിലും ഔ ബൈനൽ ഫറസ് വൽ അറബ്, പേർഷ്യക്കാരും അറബികളും ഒക്കെ തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് ഈ അയ്യാമുൽ അറബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ യുദ്ധമാണ് ഹർബുൽ ബസൂസ് യുദ്ധം. ബൈന കബീലത്തി ബക്കർ തഗലബ് ഗോത്രങ്ങൾ തമ്മിലാണ് ഹർബുൽ ബസൂസ് നടന്നിട്ടുള്ളത്. കിലാഹുമ യന്തമിയാനി ഇലാ കബീലത്തി വായിൽ. ഈ രണ്ട് ഗോത്രങ്ങളും, ബക്കർ തഗലബ് ഗോത്രങ്ങൾ രണ്ടും വായിൽ ഗോത്രത്തിന്റെ ഉപഗോത്രങ്ങളായിട്ട് അറിയപ്പെടുന്നതാണ്. ഫി അവാഹിരിൽ കർണി ഹാമിസ് മീലാദി, 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഇത് നടക്കുന്നത്. കാന സബബുഹ, ഇനി എന്തായിരുന്നു ഇതിന്റെ കാരണം? ഇഅ്തിദാൽ കുലൈബ് സയ്യിദ് തഗലബ് അലാ നാഖത്തിൽ ലിൽ ബസൂസ് ബിൻതി മുൻതഖിദ് വഹിയ ബിൻ കബീലത്തി ബനി തമീം ഹാലത്തു ജസ്സാസ് ഇബ്നു മർറ സയ്യിദ് ബനി ബക്കർ. ബസൂസ് എന്നയാളുടെ ഒരു ഒട്ടകം, അവരുടെ വീട്ടിലേക്ക് വിരുന്നു വരുന്ന ഒരു ഒട്ടകവും, 2 ഒട്ടകങ്ങൾ, ബസൂസ് എന്ന ആളുടെ ഒരു ഒട്ടകവും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിരുന്ന് വരുന്ന ഒരാളുടെ ഒട്ടകവും കൂടി എന്ത് ചെയ്യും? കുലൈബ് എന്ന് പേരുള്ള ഒരാളുടെ കൃഷി, തൊട്ടടുത്തുണ്ടായിരുന്ന കൃഷിയിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? അവിടെ കേടുപാടുണ്ടാക്കും. പക്ഷെ എന്ത് ചെയ്യും? ആ കുലൈബിന് വലിയ ദേഷ്യം വരികയും അദ്ദേഹം എന്ത് ചെയ്യും? ഈ ഒട്ടകങ്ങളെയൊക്കെ പരിക്കേൽപ്പിച്ച് തിരിച്ചു വിടുകയും ചെയ്യും. അന്നത്തെ കാലഘട്ടത്തില് ഒട്ടകങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ഒട്ടകത്തിന് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറഞ്ഞാൽ അത് അവർക്ക് വലിയ അപമാനമാണ്. അപ്പോൾ അതിന്റെ പേരിൽ ആരംഭിക്കുന്ന യുദ്ധമാണിത്. 40 വർഷത്തോളം നീണ്ടു നിന്നു എന്നാണ് പറയപ്പെടുന്നത്. ബത്ലുഹ, ഇതിന്റെ നായകനായിട്ട് അറിയപ്പെടുന്നത് മുഹൽഹൽ ഇബ്നു റബിയ അത്തലബിയാണ്. ഹർബുൽ ബത്റാ എന്ന ഒരു പേര് കൂടി ഈ യുദ്ധത്തിനുണ്ട്. ഹർബുൽ ബത്റാ, ഹർബുൽ ബത്റാ എന്നും ഹർബുൽ ബസൂസിന് പേരുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു പ്രശസ്തമായ യുദ്ധമാണ് ഹർബു ദാഹിസ് വൽ വബ്റാ ബൈന കബീലത്തെ അബ്സ് വ സുബിയാൻ. അബ്സ് സുബിയാൻ ഗോത്രങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് ദാഹിസ് വൽ വബ്റാ. ശരിക്കും ഈ ദാഹിസ് വബ്റാ എന്നുള്ളത് 2 കുതിരകളുടെ പേരാണ്. ദാഹിസ് എന്ന് പേരുള്ള ഒരു കുതിര, വബ്റാ എന്ന് പേരുള്ള ഒരു കുതിര. അത് ഏത് അബ്സ് സുബിയാൻ ഗോത്രങ്ങൾ തമ്മിലാണ് നടക്കുന്നത്. കിലാഹുമ യന്തമിയാനി ഇലാ കബീലത്തെ വത്തുഫാൻ ഗോത്രത്തിന്റെ ഉപഗോത്രങ്ങളാണ് അബ്സും സുബിയാനും. ഹുമാ ഇസ്മാ ഫർസൈനി, 2 കുതിരകളുടെ പേരാണ് ലി കബീലത്തെ അബ്സ് വ സുബിയാൻ, അബ്സ് സുബിയാൻ ഗോത്രങ്ങളിൽ പെട്ട. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2 ഗോത്രങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? കുതിരകളുടെ ഒരു മത്സരയോട്ടം നടത്തും. അതിൽ അബ്സ് ഗോത്രത്തിൽ പെട്ട
ഖൈസ് ഇബ്നു സുഹൈറിന്റെ കുതിരയും സുബിയാൻ ഗോത്രത്തിൽപ്പെട്ട ഹുദൈഫത്ത് ഇബ്നു ബദറിന്റെ കുതിരയും. ഇവരുടെ രണ്ടുപേരുടെയും കുതിരകളെ വെച്ചിട്ട് എന്ത് ചെയ്യും? മത്സരയോട്ടം നടത്തും. പക്ഷെ എന്ത് ചെയ്യും? അദ്റായിന്റെ ഈ ഒരു അബ്ര എന്ന് പേരുള്ള കുതിരയുടെ ആളുകള് എന്ത് ചെയ്യും? കുതന്ത്രം നടത്തിയിട്ട് അവരുടെ കുതിരയെ അവര് വിജയിപ്പിക്കും. അങ്ങനെ ആ ഒരു പ്രശ്നത്തില് കുതന്ത്രം ചെയ്ത് വിജയിപ്പിച്ച കാരണം ആ ഒരു പ്രശ്നത്തില് ആരംഭിക്കുന്ന യുദ്ധമാണ് ഹർബുദാഹിസ് വൽ വബറ. ഇതും 40 വർഷത്തോളം നീണ്ടു നിൽക്കുന്നു. ആ കുതിരയുടെ ആളുകളുടെ പേര് ഇവിടെ പറയുന്നുണ്ട്, ഖൈസ് ഇബ്നു സുഹൈറും ഹുദൈഫത്ത് ഇബ്നു ബദറും. ഇതും 40 വർഷം നീണ്ടു നിൽക്കുന്നു. അന്തറത്ത് ഇബ്നു ഷദ്ദാദ് ആണ് ബത്തിലായിട്ട് അറിയപ്പെടുന്നത്. ഹർബു സിബാക്ക് എന്നും ഈ യുദ്ധത്തിന് പേരുണ്ട്, ഹർബു സിബാക്ക്. ഇനി വരുന്നത് ഹർബു ദീക്കാർ. അറബികളും പേർഷ്യക്കാരും തമ്മിൽ നടക്കുന്നതാണ് കേട്ടോ, ഹർബു ദീക്കാർ. പിന്നെയോ ഹർബുൽ ഫിജാർ. ഹർബുൽ ഫിജാർ ഖൈസ് വ കിനാന ഗോത്രങ്ങൾ തമ്മിലാണ്. കത് ഷാറക ഫീഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ എന്താണ്? ഈ ഒരു യുദ്ധത്തില് റസൂല് പങ്കെടുത്തിട്ടുണ്ട്. റസൂലിനാകെ 15 വയസ്സ് പ്രായമുള്ള സമയമായിരുന്നു അത്. ഏതില്? ഹർബുൽ ഫിജാറില്. അപ്പൊ ഇത്രയുമാണ് അസ്ലുൽ ലുഗത്തുൽ അറബിയെ പറ്റി നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. ഇതിന്റെ ആ ഒരു തുടക്കത്തിലെ പോർഷൻ ഒക്കെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ പഠിക്കുക. ഫ്രെഡറിക് സ്ലോസറിനെ ഒന്നും മറന്നു പോകില്ല എന്ന് ഓർക്കണം. പിന്നെ ഈ ഒരു വിഭജനം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഓരോ നാട്ടിലെ ആളുകളെയും വിളിക്കുന്ന പേരുകൾ, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും ആ ഒരു ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. അറബി സെമിറ്റിക് ഭാഷയെ ഷിമാലി ആക്കുന്നു, ജുനൂബി ആക്കുന്നു. അതിൽ ഷിമാലിയിൽ വരുന്നത് ഇതൊക്കെ, അഥവാ ജുനൂബിൽ വരുന്നത് അറബിയാണ്. അറബി അങ്ങനെ ഓർത്തു വെക്കുക. സെമിറ്റിക് ഭാഷയിൽ തന്നെ ജുനൂബിൽ വരുന്ന ഭാഷയാണ് അറബി. കാരണം അറബിയാണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അറബി അങ്ങനെ ഓർത്തു വെക്കാം. പിന്നെ ഇനി അറബി ഭാഷയുടെ കേസിലേക്ക് വരാണ് എങ്കിൽ അറബിയെ വീണ്ടും എന്താക്കുന്നുണ്ട്? ഷിമാലി ആയിട്ടും ജുനൂബി ആയിട്ടും അറബിയെ തരംതിരിക്കുന്നുണ്ട്. അതിൽ യമൻകാരുടെ ഒരു ഗ്രൂപ്പും അതുപോലെ ഹിജാസുകാരുടെ ഒരു ഗ്രൂപ്പും. അഥവാ യമൻ എന്ന് പറയുന്നത് ലുഗത്തുൽ ജുനൂബും ഷിമാൽ എന്ന് പറയുന്നത് ലുഗത്തുൽ ഹിജാസുമാണ്. അതില് ലുഗത്തുൽ ഹിജാസ് അദ്നാനിലേക്ക് ചേർത്തിയും ലുഗത്തുൽ നമ്മുടെ യമനിലെ ഭാഷയെ കഹ്താനിലേക്ക് ചേർത്തിയുമാണ് പറയുന്നത്. അതൊക്കെ ഓർത്തു വെക്കുക. അതൊക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. 3 or 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ട് ഇതിൽ ഏതാണ് ശരി എന്നൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഭാഗങ്ങളൊന്ന്, ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്ന ഭാഗങ്ങളൊന്ന് ഓർത്തു വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ എന്താണ് പാറ്റേൺസ് ഒക്കെ വരച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ഈ ഒരു ഭാഗങ്ങളായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. ഇൻട്രസ്റ്റ് ഉള്ളവർ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിശീലിച്ച് പഠിക്കാം. കുറച്ചുകൂടി പരീക്ഷ അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാകും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതിന്റെ ഇനി നെക്സ്റ്റ് പാർട്ടായിട്ട്, അഥവാ നമ്മുടെ ഷുഅറാക്കളെ പറ്റി, നമ്മുടെ ജാഹിലി കാലഘട്ടം മുതൽ അബ്ബാസി വരെയുള്ള ആളുകളാണ് ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത്. അതിലും പ്രധാനപ്പെട്ട ആളുകൾ അവരവിടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇനി ഫസ്റ്റ് വരുന്നത് ഇമ്രിയുൽ ഖൈസ് ആണ്. അപ്പോൾ അടുത്ത പോർഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching.